എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ജെയ്സന് 50ാമത് പിറന്നാൾ ആഘോഷിക്കുന്നു. ഏകദേശം 1.5 മാസം മുൻപ് ബിന്ദു എന്നെ വിളിച്ചു. ബിന്ദു എന്തി ഒരു 1.5 മാസം മുന്നേ ബിന്ദു എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ജീച്ചാൻ്റെ 50th ബർത്ത്ഡേ ആണ്, നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ഞാൻ പലരോടും പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരെല്ലാം ജീച്ചാനെ പൊരിക്കുമെന്ന് എനിക്ക് പേടിയാണ്. ഈ പച്ചനെ ജീച്ചാനെ നല്ലപോലെ അറിയാവുന്നതല്ലേ, ഒന്ന് നല്ലപോലെ പൊക്കി പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് മുൻപ് 2 പേര് വന്ന് പ്രസംഗിച്ചു. ഇനി നല്ല പാട്ടുകാർ പാട്ട് പാടാൻ റെഡിയായിരിക്കുന്നു. എന്നാൽ ഇതുപോലെ പ്രസംഗങ്ങളും പാട്ടുകളും കോർത്തിണക്കി ഒരു നാട്ടിലെ പഴയ കലാരൂപമായ കഥാപ്രസംഗമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ പ്രൊഫഷണൽ കാഥികരല്ലാത്തതിനാൽ, നല്ല പാട്ടുകാരുമല്ലാത്തതിനാൽ ഞങ്ങളുടെ പക്കൽ നിന്നും എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ സാദരം ക്ഷമിക്കുക. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് എന്നാലും എൻ്റെ ആളിയോ. ഒരു പ്രത്യേക അറിയിപ്പ്: ഈ കഥയിലെ കഥാപാത്രങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമായോ സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളുടെ കഥ ഇവിടെ തുടങ്ങട്ടെ. എന്നാലും എൻ്റെ ആളിയ. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, അങ്ങ് കിഴക്ക് കേരളത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. പൊക്കം കൂടിയ മലകളും പൊങ്ങി നോക്കുന്ന പാറക്കെട്ടുകളും പരന്ന പാടശേഖരങ്ങളും പാവാടയെടുത്ത പെണ്ണുങ്ങളെയും കൊണ്ട് മുഖരിതമായ ആ നാട്ടിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. സസ്യശ്യാമള കോമളമായ പ്രകൃതി രമണീയത തളം കെട്ടി നിൽക്കുന്ന ആ കൊച്ചു ഗ്രാമം, ആ കൊച്ചു ഗ്രാമത്തിന്റെ പേരാണ് കോതമംഗലം. ആ നാട്ടുകാരിയാണ് നമ്മുടെ നായിക. സുന്ദരിയായ നമ്മുടെ നായികയുടെ പേരാണ് സിന്ധു. പ്രായം 23.25. നമ്മുടെ നായികയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പാതിരാക്കേറ്റെന്നും പള്ളിയിൽ പോകുന്ന അച്ഛൻ പരിഷ്കാരി സിന്ധു. പാതിരാക്കേറ്റെന്നും പള്ളിയിൽ പോകുന്ന അച്ഛൻ പരിഷ്കാരി സിന്ധു. കോതമംഗലം കാട്ടുപോൾ മയിലേറുന്ന കോളേറ്റു ചിരിയുള്ള സിന്ധു. കോതമംഗലം കാട്ടുപോൾ മയിൽ കൊള്ളുന്ന കോൾഗേറ്റു ചിരിയുള്ള സിന്ധു. ആതിരാക്കേറ്റെന്നും പള്ളിയിൽ പോകുന്ന പച്ച പരിഷ്കാരി സിന്ധു. ചുണ്ടുള്ള തക്കാളി കവിളുള്ള താരത്തെ പോലുള്ള സിന്ധു. പൂവാലന്മാർക്കെന്നും പൂ പോലെ തോന്നുന്ന പൂമാല പോലവൾ സിന്ധു. കാതില് 4-5 തങ്കത്തിൻ ജിമക്കിയും കഴുത്തില് 4 പവൻ മാല. ചുണ്ടില് ലിപ്സ്റ്റിക്ക് മോന്തയ്ക്ക് കുട്ടിയും കയ്യില് ക്യൂടെക്സും ആതിരാ നേരത്ത് പള്ളിയിൽ പോകുന്ന പച്ച പരിഷ്കാരി സിന്ധു. സഹൃദയരെ, അവൾ സുന്ദരിയാണ്, സുശീലയാണ്. നമ്മുടെ നായികയുടെ നോട്ടം കിട്ടാൻ നടുവന്തല് വീഴാത്ത പൂവാലന്മാർ ആ നാട്ടിൽ ചുരുക്കമാണ്. മൊട്ടക്കുന്നുകളും വട്ടമരങ്ങളും പെട്ടെന്നൊഴുകുന്ന മുട്ടനരുവികളും
അരുവികളും ആ കൊച്ചു ഗ്രാമത്തിന് മാറ്റുകൂട്ടുന്നു. ആ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ശാലീന സുന്ദരമായ കോതമംഗലമാറ് വളഞ്ഞു ഒഴുകുന്നു. ആ പുഴയുടെ തിട്ടയിൽ നമ്മുടെ നായിക കൂട്ടുകാരുമൊത്ത് തുള്ളിക്കളിക്കുകയാണ്. അവർ എവിടെയോ പോവുകയാണ്. വാടി ബാഗമെടുത്തോണ്ട് പാടി അഞ്ചരക്കുള്ള വണ്ടി പോയാൽ പിന്നൊരു കാര്യം നടക്കൂല. മഞ്ജു പാടി ആ ബാഗമെടുത്തോണ്ട് പാടി അഞ്ചരക്കുള്ള വണ്ടി പോയാൽ പിന്നൊരു കാര്യം നടക്കൂല. ബാംഗ്ലൂർ പോണം ആ കല്ലട ബസ്സിൽ പോണം 4 മാടും ഓടി നടന്ന് വായിലോടി കളിക്കാനാ. ബാംഗ്ലൂർ പോണം കല്ലട ബസ്സിൽ പോണം 4 മാടും ഓടി നടന്ന് വായിലോടി കളിക്കാനാ. മഞ്ജുക്കുട്ടി വാ ബാഗുമായി ഓടി മാടി വണ്ടി പിടിക്കാനാ. സോഫി വാ മഞ്ജുക്കുട്ടി വാ ബാഗുമായി ഓടി മാടി വണ്ടി പിടിക്കാനാ. സോഫി വാ മഞ്ജു വാ സോഫി വാ മഞ്ജു വാ. സഹൃദയരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കേരളത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. കൈതച്ചക്കയും കപ്പയും കാച്ചിലും റബ്ബറും റബ്ബർ പാലുമുള്ള കൊച്ചച്ഛന്മാരുടെ നാടായ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേരാണ് തൊടുപുഴ. ആ നാട്ടുകാരനാണ് നമ്മുടെ നായകൻ. നമ്മുടെ നായകന്റെ പേരാണ് ജാക്സൺ. പ്രായം 27. നമ്മുടെ നായകന്റെ ചെറുപ്പത്തിൽ നെല്ലിക്ക കഴിച്ചാൽ ബുദ്ധി വെക്കുമെന്ന് ആരോ പറഞ്ഞത് കേട്ട് തൊടുപുഴയിലെ ഡീപ്പോൾ സ്കൂളിന്റെ വടക്ക് ഭാഗത്തുള്ള കുന്നിലെ നെല്ലിമരത്തിന്റെ മൂട്ടിലിരുന്ന് സ്ഥിരമായി നെല്ലിക്ക കഴിക്കുമായിരുന്ന നമ്മുടെ ജാക്സണ് അങ്ങനെ ഒരു വിളിപ്പേര് വീണു, നെല്ലിമൂട്ടിൽ ജാക്സൺ. നമ്മുടെ നായകൻ ജാക്സൺ നെല്ലിമൂട്ടിലിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? തൊടുപുഴ വാസന്തി എന്ന് കരുതി അടുത്തിരുന്ന് ശ്യാമളയ്ക്ക് പ്രേമലേഖനം കൊടുത്തവൻ ജാക്സൺ. ആ പ്രേമലേഖനം വായിച്ച് ഞെട്ടിക്കരഞ്ഞ ശ്യാമളയെ സ്വന്തം കുടുക്ക് പൊട്ടിച്ചെടുത്ത് പൈസയ്ക്ക് എക്ലിയർ വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചവൻ ജാക്സൺ. ജാക്സൺ കുടുക്ക് പൊട്ടിച്ചു തറഞ്ഞ അമ്മ കുണ്ടിക്കടിച്ചപ്പോൾ നിക്കറിൽ മുള്ളിയവൻ ജാക്സൺ. പിന്നെ ഈ ജാക്സനെ കുറിച്ച് എന്തെല്ലാമാണ് തൊടുപുഴക്കാർ പറഞ്ഞു നടക്കുന്നത്? അങ്ങനെയുള്ള നമ്മുടെ നായകൻ നെല്ലിക്കയൊക്കെ കഴിച്ച് ബുദ്ധിയൊക്കെ വെച്ച് REC കോളേജിൽ പോയി എഞ്ചിനീയറിംഗും കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലിയുമായി സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുന്നു. ഇപ്പോഴുള്ള നമ്മുടെ നായകനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ കോളേജിൽ പോയി പഠിച്ച ജാക്സൺ IT മാസ്റ്ററുമായിരുന്നു. തൊടുപുഴ നാട്ടിൽ ജനിച്ച ജാക്സൺ പൊന്നുപോൽ മിന്നുന്നവരായിരുന്നു. കോളേജിൽ പോയി പഠിച്ച ജാക്സൺ IT മാസ്റ്ററുമായിരുന്നു. സൽമാനെ പോലുള്ള മെയ്യഴകും സുനിൽ ഷെട്ടിയെ പോലെയുമായിരുന്നു. കയ്യിലെ പയറിലെ മസിൽ കൂട്ടാൻ ജാക്സൺ കൈറ്റുള്ള ഷർട്ടുകൾ മാത്രമേഷ്ടം. സൽമാനെ പോലുള്ള മെയ്യഴകും സുനിൽ ഷെട്ടിയെ പോലെയുമായിരുന്നു. കയ്യിലെ വയറിലെ മസിൽ കൂട്ടാൻ ജാക്സൺ കൈറ്റുള്ള ഷർട്ടുകൾ മാത്രമേഷ്ടം. ഫേസ് മാസ്ക് മാഴ്ചതോറും എന്ന് ജാക്സന്റെ ബ്യൂട്ടീഷ്യൻ ലൈല ചൊല്ലി. ഡാൻസിന്റെ കാര്യത്തിൽ ജാക്സൺ എന്നും സണ്ണി ലിയോണിന്റെ
സ്റ്റെപ്പുകൾ മാത്രമേ ഇഷ്ടം, മാത്രമേ ഇഷ്ടം. ഫേഷ്യലും ഫേസ് മാസ്ക് വാഴ്ചതോറും എന്ന് ജാക്സന്റെ ബ്യൂട്ടീഷ്യൻ ലൈല ചൊല്ലി. ഡാൻസിന്റെ കാര്യത്തിൽ ജാക്സൺ എന്നും സണ്ണി, ലിയോണിന്റെ സ്റ്റെപ്പുകൾ മാത്രമേ ഇഷ്ടം, മാത്രമേ ഇഷ്ടം. ഉച്ചിയിലെ 4-5 മുടി കൊഴിഞ്ഞ ജാക്സൺ ടർക്കിയിൽ പോകാനായി പ്ലാനുമിട്ടു. ടർക്കിയിൽ പോയി വന്ന ജാക്സൺ ഇപ്പോൾ മിച്ചം ടർക്കിയിലെ മീശയെ ബാക്കിയുള്ളൂ. ഉച്ചിയിലെ 4-5 മുടി കൊഴിഞ്ഞ ജാക്സൺ ടർക്കിയിൽ പോകാനായി പ്ലാനുമിട്ടു. ടർക്കിയിൽ പോയി വന്ന ജാക്സൺ ഇപ്പോൾ മിച്ചം ടർക്കിയിലെ മീശയെ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ നായകൻ ബാംഗ്ലൂരിൽ നിന്നും പതിവ് പോലെ അവധിക്ക് വീട്ടിൽ വന്നിരിക്കുകയാണ്. കാലത്തെ മുതൽ കൂട്ടുകാരുമൊത്ത് തന്റെ പ്രധാന വിനോദങ്ങളായ വട്ടുകളി, കുട്ടിങ്കോലും, കുഴിപ്പന്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ കളികളും കഴിഞ്ഞ് ക്ഷീണിച്ച് ഏകദേശം ഒരു 3-3:30 വീട്ടിൽ വന്ന് കയറിയ ജാക്സണോട് ജാക്സന്റെ അമ്മ, എടാ ചെറുക്ക, 10-30 വയസ്സായി, മൂക്കി പല്ലുകൾ കറയി, വല്ല പെണ്ണ് കെട്ടിട്ടുണ്ട്, പിള്ളേരുണ്ടാകാൻ പ്രായമായി, ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന വിചാരം, നാണോ ഇല്ലടാ നിനക്ക്? ഇത് കേട്ട നമ്മുടെ ജാക്സൺ, അമ്മേ ഇങ്ങോട്ടൊന്ന് നോക്ക്, എനിക്ക് ഇന്ന് വരെ നല്ലപോലെ ഒന്ന് മീശ പോലും വിളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല, പിന്നെ പെണ്ണ് കെട്ടാൻ പറയുന്നത്. ഇതും പറഞ്ഞ് അന്ന് രാത്രിക്കുള്ള വണ്ടിയിൽ ജാക്സൺ ബാംഗ്ലൂരേക്ക് യാത്രയായി. സഹൃദരെ, ഞാൻ നിങ്ങളെ ഐറ്റികളുടെ നാടായ, അമ്പരച്ചുംബികളായ മണിമാളികകളുടെ നാടായ ബാംഗ്ലൂരിലേക്ക്, ആലില വയറുള്ള, അരയ്ക്കൊപ്പമുള്ള പാവാടയെടുത്ത, ആരെയും കൊതിപ്പിക്കുന്ന സുന്ദരികളുടെ നാടായ ബാംഗ്ലൂരിലേക്ക്, പാൻഡെടുത്ത് പാൻപരാഗം തിന്ന് പാതിരാപരമായി നോക്കുന്ന പൂവാലന്മാരുടെ നാടായ ബാംഗ്ലൂരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സഹൃദയരെ, നമ്മുടെ നായികയും സുഹൃത്തുക്കളും ബാംഗ്ലൂരിന്റെ തെരുവീഥികളിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ്. ചുരിദാർ വേണോ, പാവാട വേണോ, ചുരിദാർ വേണോ, വിക്ടോറിയ സീക്രട്ട് ഉണ്ട് ഇവിടെ, കേറിയിട്ട് പോകാം, ട്രയലൊന്ന് നോക്കാം, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിടാം. പാവാട വേണോ, ചുരിദാർ വേണോ, വിക്ടോറിയ സീക്രട്ട് ഉണ്ട് ഇവിടെ, കേറിയിട്ട് പോകാം, ട്രയലൊന്ന് നോക്കാം, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിടാം. വടക്കേലെ സോണിയും നിരപ്പേലെ സഞ്ജും ഫേസ്ബുക്ക് നോക്കിയിരിക്കും, വരുവോളം ഫോട്ടോയ്ക്കായി ചോദിച്ചിരിക്കും. വടക്കേലെ സോണിയും നിരപ്പേലെ സഞ്ജും ഫേസ്ബുക്ക് നോക്കിയിരിക്കും, വരുമ്പോൾ ഫോട്ടോയ്ക്കായി ചോദിച്ചിരിക്കും. സഹൃദയരെ, ഇതേ സമയം എവിടെ നിന്നോ 2 കണ്ണുകൾ നമ്മുടെ നായികയെ ബിന്ദുവിലേക്ക്
സിന്ധുവിലേക്ക് പതിഞ്ഞിരിക്കുകയാണ്. ആ കണ്ണുകളുടെ ഉടമയ്ക്ക് തന്റെ 2 കണ്ണുകളും സിന്ധുവിൽ നിന്ന് പറിച്ചറിയാൻ സാധിക്കുന്നില്ല. താൻ ഇത്രയും കാലം സ്വപ്നം കണ്ട തന്റെ മനസ്സിലുള്ള ദേവത അതാ മുന്നിൽ. ആ 2 കണ്ണുകളുടെയും ഉടമയാരെന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, നമ്മുടെ നായകൻ. നമ്മുടെ ജാക്സൺ പതിവ് പോലെ ബ്രിഗേഡ് റോഡിലുള്ള വിക്ടോറിയ സീക്രട്ട് സ്റ്റോറിന് മുന്നിൽ വന്ന് വായി നോക്കുക പതിവായിരുന്നു. സുമുഖനും സുന്ദരനുമായ നമ്മുടെ നായകന് സ്വന്തം കാലുകളെ നിയന്ത്രിക്കാനായില്ല. അവൻ നമ്മുടെ നായകന്റെ അടുത്തേക്ക് ഓടുകയാണ്. കൂടെ നിന്ന് വായി നോക്കിയിരുന്ന സുഹൃത്തുക്കളെ എല്ലാം മറന്ന് അവൻ ഓടുകയാണ്. ഇതേ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ നായികയും കൂട്ടുകാരും ബാംഗ്ലൂരിലെ തെരു വീഥികളിലൂടെ പൂവാലന്മാരെ കൊതിപ്പിച്ച് അലഞ്ഞു നടക്കുകയാണ്. നമ്മുടെ നായികയുടെ അടുത്തെത്തി നമ്മുടെ നായകൻ സകല ധൈര്യങ്ങളും സംഭരിച്ച് നമ്മുടെ നായികയോട്, എന്താ പേര്? എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഫോൺ നമ്പർ ഒന്ന് തരുമോ? പെട്ടെന്ന് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ നമ്മുടെ കോതമംഗലംകാരി ഒന്ന് പേടിച്ചു. പിന്നെ നമ്മുടെ നായകൻ നായികയോട് ഫോൺ നമ്പറിന് വേണ്ടി കെഞ്ചുകയാണ്. സുന്ദരി കുഞ്ഞാലയ്ക്ക് വാസിലുകൾ നൽകാം. നിന്റെ നാണങ്ങൾ മാറ്റി വെച്ചു നീ നിന്റെ ഫോൺ നമ്പർ എനിക്കു തരൂ. സ്വപ്ന സുന്ദരി നീയും ഞാനുമായി കൈല ഹോട്ടലിൽ പോകാം. ഫ്രഞ്ച് ഐസ്ക്രീമും വാങ്ങി തന്നു നിന്നെ കൂട്ടുകാരുമായി പറഞ്ഞു തീരാ. മോളുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? നാണത്തിൽ കുളിച്ച് വികാര നിർഭരയായി വീർപ്പ് മുട്ടി നിൽക്കുന്ന നമ്മുടെ നായിക. മുന്നിൽ അതാ സുനിൽ ഷെട്ടിയെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു യുവ കോമളൻ. ഒന്ന് ട്രൈ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? നമ്മുടെ നായിക അവളുടെ ഫോൺ നമ്പർ നമ്മുടെ നായകന് കൈമാറി. ഇതെല്ലാം കണ്ട് ദൂരെ മാറി നിന്നിരുന്ന സിന്ധുവിന്റെ കുറുമ്പി കൂട്ടുകാർ കുശുമ്പോടെ പാഞ്ഞെടുക്കുന്നത് കണ്ട് നമ്മുടെ നായകൻ അവന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടി. സഹൃദയരെ, നമ്മുടെ നായിക ബാംഗ്ലൂർ പര്യടനവും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കോതമംഗലത്തേക്ക് ക്ഷണിക്കുകയാണ്. ദിവസവും ജാക്സന്റെ ഫോൺ കോൾ കാത്ത് സിന്ധു കാതോർത്തിരിക്കും. ഫോൺ കോൾ വരുമ്പോൾ ഓടിപ്പോയി എടുക്കും. ജാക്സേട്ടാ, സിന്ധുക്കുട്ടി. പിന്നെയുള്ള അവരുടെ സംസാരം ഞങ്ങൾ കഥയിൽ നിന്ന് അറിഞ്ഞോണ്ട് ഒഴിവാക്കി. അങ്ങനെ ഒരു നാൾ ജാക്സന്റെ ഫോൺ വന്ന് ഉടനെ ഫോൺ എടുത്ത് നമ്മുടെ നായകനോട് തേങ്ങുകയാണ്. ഇന്നലെയും നോക്കിയിരുന്നു, നോക്കിയിരുന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. എന്റെ ജാക്സേക്കാ, ജാക്സേക്കാ, ജാക്സേക്കാ. ഇന്നലെയും നോക്കിയിരുന്നു, ബസ് സ്റ്റാൻഡിൽ നോക്കിയിരുന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. എന്റെ ജാക്സേക്കാ, ജാക്സേക്കാ, ജാക്സേക്കാ. കുന്നത്തെ ജാക്സി പറഞ്ഞു, ജാക്സേട്ടൻ വരുകില്ലെന്ന്. കുന്നത്തെ ജാക്സി പറഞ്ഞു, ജാക്സേട്ടൻ വരുകില്ലെന്ന്. ജാക്സേട്ടനെ കണ്ടില്ലല്ലോ, എന്നെ നോക്കി വന്നില്ലല്ലോ. എന്നു വരും നീ എന്നെ കാണാൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 18ാം ദിവസവും പതിവ് പോലെ കൂട്ടുകാരുമൊത്ത് ഒരു OCR-ഉം ഓംലെറ്റും പിന്നെ ഒരു ചിക്കൻ 65 ഒക്കെ കഴിച്ച് സിന്ധുവിനെ ഓർത്ത് വികാര പരവശനായി കണ്ണീർ പൊഴിച്ചുകൊണ്ട് നമ്മുടെ നായകൻ പാടുകയാണ്.
പോലെ നിന്നു നോക്കി വേദന കണ്ട മാനേജർ സാറൊരു ഹോട്ടൽ ബോട്ടിൽ തന്നു ആരും കാണാത്ത റൂമിന്റെ മൂലയിൽ അച്ചാറും കൂട്ടി ഞാൻ മോന്തി എൻ സിന്ധുവേ ഇല്ല, എനിക്ക് എന്റെ പ്രിയതമ ഇപ്പോ കാണണം. ജാക്സൺ വയലന്റ് ആയി. സുഹൃത്തുക്കൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ സ്നേഹം, പ്രണയം അതിന് കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, ബോധവുമില്ല. എനിക്കിപ്പോ നാട്ടിലേക്ക് പോണം. എനിക്ക് എന്റെ പ്രിയതമ ഇപ്പൊ കാണണം. ജാക്സന്റെ ഫ്രണ്ട്സ് 4 പാട് ഓടി. എല്ലാ ബസ് സ്റ്റേഷനിലും ട്രെയിൻ സ്റ്റേഷനിലും അന്വേഷിച്ചു. അവസാനം പിറ്റേന്ന് കാലത്ത് പുറപ്പെടുന്ന ഒരു ബസ്സിൽ ടിക്കറ്റ് കിട്ടി. ജാക്സനെ പിറ്റേന്ന് കാലത്ത് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ബസ്സിൽ കയറ്റി കോതമംഗലത്തേക്ക് പറഞ്ഞു വിട്ടു. അന്ന് രാത്രി പരപരായിരുട്ടിയ നേരത്ത് ജാക്സൺ കോതമംഗലത്ത് വന്ന് ബസ് ഇറങ്ങി. അടുത്തുള്ള ചായക്കടയിൽ നമ്മുടെ നായികയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ ദിവസവും നമ്മുടെ നായികയെ വായി നോക്കുന്ന കടക്കാരന് തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല നമ്മുടെ നായികയുടെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ. തന്റെ പ്രിയതമയെ ആദ്യമായി അവളുടെ വീട്ടിൽ കാണാൻ പോവുകയാണ്. അവളുടെ വീട്ടുകാരെ കാണാൻ പോവുകയാണ്. ജാക്സൺ സ്ഥലകാല ബോധം മറന്ന് തന്റെ പ്രിയതമയെ മാത്രം ധ്യാനിച്ച് അവളുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും നേരത്തെ എനിക്ക് എന്റെ പ്രിയതമയെ കാണണം. അതെ, ജാക്സൺ ഓടുകയാണ്. ഒടുവിൽ ബിന്ദുവിന്റെ വീടിന് അടുത്ത് ജാക്സൺ എത്തി. അതേസമയം നമ്മുടെ നായിക ഇതൊന്നും അറിയാതെ പരപരായിരുട്ടിയ നേരത്ത് പതിവ് പോലെ വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള തന്റെ പാവയ്ക്ക കൃഷിക്കും പടവലങ്ങ കൃഷിക്കും വെള്ളം ഒഴുക്കി ഇറങ്ങിയിരിക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നതിനിടെ സിന്ധു വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള വേലിക്കലേക്ക് നോക്കുക പതിവായിരുന്നു. ഏതെങ്കിലും പൂവാലന്മാർ സ്ഥിരമായി വരാറുള്ളതാണ് അവിടെ. പിന്നെ എന്നാ നോക്കി വരുന്ന പൂവാലന്മാരെ കാണുന്നത് നമുക്കൊരു സുഖമല്ലേ. അന്നും നമ്മുടെ നായിക പതിവ് പോലെ വേലിക്കരികിലേക്ക് നോക്കി. എന്റെ ദൈവമേ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ജാക്സേട്ടൻ, എന്റെ സ്വന്തം ജാക്സേട്ടൻ പടിഞ്ഞാറെ വേലിക്കരികിൽ നിന്നും 2 കൊന്നപ്പത്തലുകൾ വകഞ്ഞു മാറ്റി തന്നെ ആക്രാന്തത്തോടെ നോക്കുന്ന ജാക്സനെ കണ്ട് നമ്മുടെ നായിക പരിസരം മറന്ന് അലറി, എന്റെ ജീച്ചായ! നമ്മുടെ നായകൻ വേലി ചാടി ഓടി നമ്മുടെ നായികയുടെ അടുത്തെത്തി. വേലി ചാടി ഓടി വന്ന ജാക്സൺ ബിന്ദുവിനെ മാറോട് ചേർത്തു. ലജ്ജാവതിയായ സിന്ധു ജാക്സന്റെ കരവലയങ്ങളിൽ ഒതുങ്ങി. വികാര പരവശനായ നമ്മുടെ നായകൻ നായികയോട് കെഞ്ചുകയാണ്. ലജ്ജാവതിയെ എന്റെ വീക്കായ നെഞ്ചിനുള്ളിൽ, ലജ്ജാവതിയെ എന്റെ വീക്കായ നെഞ്ചിനുള്ളിൽ, മാതിരി മാതിരിയാണ്ട് പിടിച്ചൊരു നാട്ടിൻ പുറത്തുള്ള സിന്ധു, ഞാൻ എന്റെ വാഴച്ചക്കോണയിൽ ഒളിപ്പിച്ച സ്വപ്ന സുന്ദരി സിന്ധു. തൊട്ടുറുമി നിന്നാട്ടെ നാട്ടെ, ചൂടുള്ള കൊന്നു തന്നാട്ടെ, കൊന്നു തന്നാട്ടെ, അപ്രാന്തം മുത്തൊരു ചേട്ടന്റെ മോന്തയ്ക്ക് ആഞ്ഞൊരു മുത്തവും നേരു. ലജ്ജാവതിയെ നിന്റെ വികായ നെഞ്ചിനുള്ളിൽ, ലജ്ജാവതിയെ നിന്റെ വികായ നെഞ്ചിനുള്ളിൽ. ചേട്ടാ, എല്ലാവരും കാണും, ഒന്ന് ചുമ്മാ അരിവച്ചേ. ഞാൻ നിന്നെ കാണാൻ കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വന്നതാ. എനിക്ക് ആ പേടി. ജാക്സന്റെ കരവലയങ്ങളിൽ കിടന്ന് പിടഞ്ഞ നമ്മുടെ നായകനോട് കേഴുകയാണ്.
ജാക്സേട്ടാ ഓടിക്കോ. എന്താ മോളെ? അതാ എന്റെ ചേട്ടൻ ഇന്നുച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് എത്തിയതാ. ചേട്ടാ ഓടിക്കോ, എവിടെയെങ്കിലും പോയി ഒളിക്ക്. സിന്ധുവിന്റെ ബ്രദറും കൂട്ടുകാരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട നമ്മുടെ നായകൻ അടുത്തുണ്ടായിരുന്ന ഒരു വാഴത്തോപ്പിൽ ഓടി ഒളിച്ചു. ജാക്സൺ ഓടി ഒളിക്കുന്നത് കണ്ട സിന്ധുവിന്റെ സഹോദരനും കൂട്ടരും വാഴത്തോപ്പിൽ പതുങ്ങിയിരുന്ന നമ്മുടെ നായകനും ഓടിച്ചിട്ട് പിടിച്ചു. എല്ലാരും ചേർന്ന് നമ്മുടെ ജാക്സനെ ചപ്രം ചവിട്ടി. ശരീരം വേദന കൊണ്ട് പുളയുന്നു, ചോര ഒലിക്കുന്ന മുട്ടുകൾ, ദേഹമാസകലം ചവിട്ടുകൊണ്ട പാടുകൾ. ഇനിയും ചവിട്ടുകൊള്ളാത്ത ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വീണ്ടും ചവിട്ടുന്നു കാലമാടുന്ന. ജാക്സൺ ഒന്ന് തിരിഞ്ഞു നോക്കി, ബിന്ദുവിന്റെ പൊടി പോലും കണ്ടില്ല. വേദന കൊണ്ട് പുളയുന്ന നമ്മുടെ നായകൻ അലമുറയിട്ട് കരയുകയാണ്. ശ്വാസമെടുക്കാൻ കഷ്ടവുമായി 7:30 മണി മുതൽ 8:30 മണി വരെ കണ്ടവനൊക്കെ ചാമ്പി. കണ്ണിലെ മണി മുതൽ കാലിലെ മുടി വരെ പിഞ്ചയ ഇഞ്ച കണക്കെ കൊഞ്ചുപോൽ നിന്നുകാല് തൊട്ടിട്ട് 5 പേരോട് ചൊല്ലി. ഇടിയും അടിയും മതിയേ മൂത്രമൊഴിക്കാൻ വയ്യാതായി, ശ്വാസമെടുക്കാൻ കഷ്ടവുമായി. ഇതെല്ലാം കണ്ട് നമ്മുടെ നായിക മാറി നിന്ന് മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. ജാക്സേട്ടനെ മുളകൊണ്ടു തല്ലിച്ച അടിയനാമാങ്ങളെ, ഇത് മോശമാ, ഇത് മോശമാ, ഇത് മോശമാ, ഇത് മോശമാ, ഇത് മോശമാ. എൻ ജാക്സനെ മുളകൊണ്ട് തല്ലിച്ച അടിയനാമാങ്ങളെ, ഇത് മോശമാ, ഇത് മോശമാ, ഇത് മോശമാ, ഇത് മോശമാ. സിന്ധുവിന്റെ സഹോദരനും സുഹൃത്തുക്കളും നമ്മുടെ നായകനെ വാഴത്തോപ്പിന്റെ ഇരുട്ടിൽ നിന്നും സിന്ധുവിന്റെ വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്തേക്കുള്ള വാതിലിനടുത്തേക്ക് കൊണ്ടുവന്നു. വീടിന്റെ ഉള്ളിൽ നിന്നും LED ലൈറ്റിന്റെ വെട്ടം വാതിൽ പാതികൾക്കിടയിലൂടെ നമ്മുടെ നായകന്റെ മുഖത്തേക്ക് അടിച്ചു. ആ മുഖം കണ്ട് സിന്ധുവിന്റെ സഹോദരൻ ഞെട്ടിത്തരിച്ചു. അടി നിർത്തൂ! അവൻ അലറി. എന്റെ സഹമുറിയൻ, ബാംഗ്ലൂരിലെ എന്റെ റൂംമേറ്റ്, ഇവനാണോ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഓടി വന്ന് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്തവന്റെ കാമുകിയെ കണ്ട നാട്ടിലേക്ക് കാലത്ത് ബസ് കയറ്റി വിട്ടവൻ? ഇവനെയാണോ ഞാൻ ഇത്രയും നാൾ അവന്റെ കാമുകിയോർത്ത് മോങ്ങുമ്പോൾ OCR ഓംലെറ്റും കൊടുത്ത് സമാധാനിപ്പിച്ചവൻ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹൃദയരെ, കാലങ്ങൾ കടന്നുപോയി. ജാക്സന്റെയും സിന്ധുവിന്റെയും ആത്മാർത്ഥ പ്രണയത്തിന് മുൻപിൽ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നടിഞ്ഞു. അവർ രണ്ടുപേരും 1999 ഒരു തണുപ്പുള്ള സെപ്റ്റംബർ മാസം വിവാഹിതരായി. നമ്മുടെ ജാക്സൺ അവന്റെ വിവാഹ സമയം വരെ നല്ല വെളുത്ത് മെലിഞ്ഞൊരു യുവ കോമളനായിരുന്നു. സിന്ധുവിന്റെയും ജാക്സന്റെയും വിവാഹത്തിന് ശേഷം താൻ തല്ലി പദം വരുത്തിയ സ്വന്തം അളിയന്റെ ശരീരപുഷ്ടിക്കായി സിന്ധുവിന്റെ സഹോദരൻ തന്നൊന്തനം കുഴമ്പ് കൊടുത്തുവിടുക പതിവായിരുന്നു. ദിവസവും വൈകുന്നേരം നമ്മുടെ നായകനെ തന്നൊന്തരം കുഴമ്പ് തേപ്പിച്ച് കുളിപ്പിക്കാറുണ്ടെന്നും അങ്ങനെയാണ് നമ്മുടെ നായകന് തന്നൊന്തരം കുഴമ്പിന്റെ കളർ വന്നതെന്നും തൊടുപുഴക്കാർ പറഞ്ഞു നടക്കാറുണ്ട്.
സഹൃദയരെ, കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ നമ്മുടെ നായകനും നായികയ്ക്കും 2 കുട്ടികൾ ജനിച്ചു. 2022 ആണ്ട് നമ്മുടെ നായകനും നായികയും 2 മക്കളും സിന്ധുവിന്റെ സഹോദരന്റെ ബാംഗ്ലൂരുള്ള വീട്ടിൽ വെക്കേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നായകനെ തല്ലിച്ചതച്ച് വിഷമം മനസ്സിലുള്ള സിന്ധുവിന്റെ സഹോദരൻ നല്ല ആട്ടിൻ സൂപ്പും പോട്ടിയൊലത്തിയതും നല്ല പോർക്ക് വിന്താലവും പിന്നെ നല്ല നാടൻ കശുവണ്ടി വാറ്റിയതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മനസ്സിൽ തിരിച്ചെത്തിയ നമ്മുടെ ജാക്സന്റെ അളിയൻ തൻ്റെ സന്തോഷവും സങ്കടവും കുറ്റബോധവും സ്നേഹവും എല്ലാം ഒരുമിച്ച് ഹൃദയത്തിൽ നിന്ന് ഒരു ഗദ്ഗതമായി പുറത്തു വന്നു. എന്നാലും എൻ്റെ അളിയോ, എൻ്റെ ഒരു ചവിട്ട് ആ നാളിയൻ തടുത്തില്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരൊക്കെ എവിടെ? ഇത് കേട്ട നമ്മുടെ നായകൻ ഇതെല്ലാം എന്ത്, ഇതിനു മുന്നേ ഇതുപോലത്തെ എത്ര ചവിട്ട് ഞാൻ തടുത്തിരിക്കുന്നു എന്നത് പുറത്തു പറയാൻ വയ്യാതെ വീർപ്പുമുട്ടുന്നു. താൻ ചവിട്ടിയ ആ ചവിട്ട് വിദഗ്ധമായി തടുത്ത് 2 മക്കളുടെ പിതാവായ നമ്മുടെ നായകനെ ഓർത്ത് ആ പാവ അളിയൻ ഇന്നും അത്ഭുതത്തോടെ ഗൽഗതപ്പെടാറുണ്ട്. എന്നാലും എൻ്റെ അളിയോ. താങ്ക് യു. ഈ ബജ പൊളിച്ചു. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാരും വിചാരിക്കുന്നത് കഥാപ്രസംഗം അവസാനിച്ച് ഇനി വീട്ടിൽ പോവാന്ന്. ബ്രേക്ക് വേണം. ഈ ബച്ചൻ എന്തായാലും വളരെ സസ്പെൻസോടുകൂടി വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണിത്.